നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് വെറുതെയാണോ? നമ്മൾ ആദ്യം തൊട്ട് പറയുന്നു 57,000 കോടി രൂപയുടെ കുറവ് ശരാശരി ഒരു വർഷം വരുന്നു. 1,25,000 കോടി രൂപ കടമെടുക്കുന്ന പരിധിയിൽ 5 വർഷം കൊണ്ട് കുറയുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 30-40 വർഷത്തെ കടത്തിൻ്റെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കിയേ. ബോറോയിങ് എപ്പോഴും ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ആകെ വരുമാനം കൂടുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 3% നമുക്ക് കടമെടുക്കാവുന്ന, അല്പം കൂടും. കേരളം 3%-നകത്ത് നിർത്തുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് 6%, 5.9 എടുക്കുന്നുണ്ടെന്ന് വേറെ കാര്യം. ഇന്ത്യ ഗവൺമെൻറ് ഈ കടത്തിൻ്റെ നിയമമൊന്നും ബാധകമല്ല എന്നുള്ളത് വേറെ കാര്യം. അവരിതിനൊക്കെ അപ്പുറത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള കടത്തിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. കേന്ദ്ര റിസർവ് ബാങ്ക് അല്ലെങ്കിൽ അനുവദിക്കില്ല. അങ്ങനെ നോക്കുന്നതിന് വെട്ടിക്കുറവ് വരുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ 6 ലക്ഷം കോടി വരെ ഈ വർഷം ഗവൺമെൻറ് അവസാനിക്കുന്ന ഈ ഗവൺമെൻറ് അവസാന വർഷം 6 ലക്ഷം കോടി എടുക്കാം. അത് വെറുതെ പറയുന്നല്ല. നമ്മൾ കുറേ ഗവൺമെൻറ്റുകൾ നോക്കുമ്പോൾ VS-ൻ്റെ കാലത്ത് 2011 ഗവൺമെൻറ്റിൻ്റെ അവസാനം അതിൻ്റെ ബോറോയിങ് 80,000 കോടി 86,000 കോടിയായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 1,50,000 കോടിയായി, 1,56,000 വന്നു. അതിനുശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 2,96,000 കോടിയായി. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേപോലെ തന്നെ 90% അല്ലെങ്കിൽ 100% ഇരട്ടിക്കോ 90% വരികയോ ചെയ്യും. സാധാരണഗതിയിൽ ഈ 5 വർഷം കഴിയുമ്പോൾ എത്ര വരണ്ടേ? ഈ 5 വർഷം കഴിയുമ്പോൾ വരേണ്ടത് 6 ലക്ഷം കോടി ആവണം. അതുകൊണ്ടാണ് ഒരു പ്രഗത്ഭയായ പണ്ഡിതയായ നമ്മുടെ നാട്ടിലെ ഒരു പ്രൊഫസർ അവർ പറഞ്ഞു 6 ലക്ഷം കോടിയായി. ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നുണ്ട് 6 ലക്ഷം കോടിയായി. പക്ഷേ AGയുടെ കണക്ക് നോക്കുമ്പോൾ 4,70,000 75,000 കോടിക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല. 1,4 ലക്ഷം കോടി സാധാരണക്കാളിലും കുറവാണ് ഇപ്പോൾ കടമെടുക്കുന്നത്. ഇത് നമ്മളെ നിർബന്ധിച്ച് കുറയ്ക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നതോ നമ്മുടെ ഗവൺമെൻറ് പറയുന്നതോ പ്ലാനിംഗ് ബോർഡ് പറയുന്നതോ അല്ല. റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരുന്നു. അക്കൗണ്ടൻ്റ് ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഡീക്കേഡൽ അനാലിസിസ് 10 വർഷക്കാലത്തെ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള അനാലിസിസ് വന്നിരുന്നു. നമ്മളെക്കാളിലും ഏറ്റവും സാമ്പത്തികമായി മോശമായി നിൽക്കുന്ന, കടത്തിലുൾപ്പെടെ നിൽക്കുന്ന 19 സ്റ്റേറ്റുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. നമ്മൾ നേരത്തെ അങ്ങ് മോശമാണെന്നല്ല പറഞ്ഞത്. വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 5 സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. ഈ കാര്യത്തിലൊക്കെ ഈ റിപ്പോർട്ടിൽ നമുക്ക് അനുകൂലമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഇവർ പറഞ്ഞെന്താ, ആദ്യം ഇന്നത്തെ MLA-മാരാണ് നല്ലൊരു ഭാഗം. നമ്മുടെ ഗവൺമെൻറ് വന്നപ്പോൾ അന്ന് പ്രതിപക്ഷം പറയുന്നത് എന്താ, പൂച്ച പെറ്റ് കിടക്കുകയാണ് കേരളത്തിലെ ഖജനാവിൽ, ഇതൊന്നും നടക്കാനേ പോകുന്നില്ല. എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു, നടക്കുമോ? ഇത്രയും നാൾ മുന്നോട്ട് പോയല്ലോ. നമ്മുടെ ഈ 5 വർഷക്കാലത്തെ ഗവൺമെൻറ് തുടങ്ങുന്ന സമയത്ത് 1,32,000 കോടിയായിരുന്നു ഒരു വർഷത്തെ ആകെ ചെലവ്. ഈ വർഷം അത് 2 ലക്ഷം കോടിക്ക് അടുത്തേക്ക് എത്തുമെന്ന് ഉള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. അപ്പോൾ കണക്ക് ചെലവ് കുറച്ചിട്ടല്ല. എങ്ങനെ ചെലവ് വന്നത് ഇത്രയും? പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ന്യായം? കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് നമ്മുടെ വരുമാനം വർദ്ധിച്ചിട്ടാണ്. ടാക്സ് കൂട്ടാൻ നമുക്ക് അവകാശമില്ല എന്നറിയാമല്ലോ. GST ആണ്. ആകെ പെട്രോളിനും മദ്യത്തിനും മാത്രമേ കൂട്ടാൻ അവകാശമുള്ളൂ. കഴിഞ്ഞ 5 വർഷമായിട്ട് മദ്യത്തിന് കൂട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഒരു ചെറിയ സെസ് ഏർപ്പെടുത്തിയതല്ല, അത് കൂട്ടിയിട്ടേ ഇല്ല. കാരണം മദ്യത്തിന് വില കൂടിയാൽ, ടാക്സ് കൂടിയാൽ മയക്കുമരുന്ന് വരുമെന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് പെട്രോളിനും ഒരു പ്രാവശ്യം 1 രൂപയും കണ്ട് കൂട്ടിയതല്ലാതെ ഒരു കൂട്ടൽ വന്നിട്ടില്ല 5 വർഷത്തിനിടെ. GST കളക്ഷനാണെങ്കിൽ ദേശീയ തലത്തിൽ ഇവർ ടാക്സിനകത്ത് വലിയ വ്യത്യാസം ഉണ്ടായി. ഈ വർഷം കഴിഞ്ഞ GST പരിഷ്കരണത്തോടുകൂടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും വരുമാനം കുറഞ്ഞു. 2,30,000 കോടി രൂപ ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിഞ്ഞ മാസം കിട്ടിയത് 1,71,000 കോടിയാണ്. ടാക്സ് ആകെ കുറഞ്ഞു. പക്ഷേ അപ്പോഴും വലിയ തോതിൽ ടാക്സ് പുറകോട്ട് പോകാതെ വലിയ വർധനയില്ല. നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ആ പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ 50,000 കോടിയുടെ അധികം ചിലവ് നമ്മൾ മാനേജ് ചെയ്തത്? നമ്മൾ 1-ാം വർഷം വരുന്ന സമയത്ത് കോവിഡ് കഴിഞ്ഞ് വളരെ ദുരിതകാലമായിരുന്നു. 47,000 കോടി രൂപയുള്ളായിരുന്നു ആകെ ടാക്സ്, SOTR, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. നോൺ ടാക്സ് റവന്യൂ 7,000 കോടി. അങ്ങനെ 54,000 കോടിയുള്ളായിരുന്നു നമ്മുടെ വരുമാനം. അതിപ്പോൾ 1,05,000 കോടിയിലേക്ക് അതിലൊക്കെ അധികമായിട്ട് ഇപ്പോൾ വന്നു. അതുകൊണ്ട് ആ 50,000 കോടി അവിടെ വർദ്ധിച്ചതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അതുപോരാ, നമുക്കിനി എത്രയോ ചെലവുകളുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലെ ഇങ്ങനെ ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്നുള്ളൂ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇത്രയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ ആശുപത്രിയിലെ കുറച്ച് നമ്മുടെ ചെയ്യുന്ന ഹെൽത്ത് രംഗത്തെ കാര്യങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ബഡ്ജറ്റ് വെക്കുന്നത് 700 കോടിയായിരിക്കും, കൊടുക്കുന്നത് 1,500 കോടിയാണ്. 42 ലക്ഷം പേർക്കാണ് ഒരു മാസം 17,000 18,000 കാർഡിയോളജിയുടെ സർജറി മാത്രം നടത്തുകയാണ്, സൗജന്യമായി കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് ഈ കേരളം. KSRTC ഉൾപ്പെടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പളത്തിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ എല്ലാം നിൽക്കുന്നൊരു സംസ്ഥാനത്ത് ഈ ചെലവ് ഇത്രയധികം വരുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാലോ? ഇവിടെ നേരത്തെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ത്യയിൽ നമുക്ക് 10-ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത്
താഴോട്ട് വിതരണം ചെയ്യുന്ന 100 രൂപ ഇന്ത്യ ഗവൺമെൻറ് വിതരണം ചെയ്യുമ്പോൾ അതിൽ 3 രൂപ 82 പൈസ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ 1 രൂപ 92 പൈസയേ ഉള്ളൂ. എല്ലാ സ്റ്റേറ്റിനും ഇതാണോ? നിങ്ങൾ കഴിഞ്ഞ ആയാലും അതിൻ്റെ 5-10 വർഷത്തെ കണക്കുകളൊക്കെ ആസാം, ഒറീസ, ജാർഖണ്ഡ് ഈ സംസ്ഥാനവും കേരളം ഒരേ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നേരെ പകുതിയായി. ഒറീസയ്ക്ക് 30,000 കോടി രൂപ കൽക്കരി വിൽക്കുന്നതിൻ്റെ റോയൽറ്റി മാത്രം കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കണം. നമുക്കൊരു റോയൽറ്റി ഇല്ല. കൽക്കരി വിൽക്കുന്നതിൻ്റെയും ഇരുമ്പയിര് വിൽക്കുന്നതിൻ്റെയും റോയൽറ്റി 30,000-വും 40,000-വും കോടി കിട്ടുന്ന ജാർഖണ്ഡിനും ഒറീസയും പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന കേന്ദ്ര വിഹിതത്തിൻ്റെ പകുതിയാക്കി നമ്മുടെ വിഹിതം കുറഞ്ഞു. ഒരേ വിഹിതമായിരുന്നു. അവർ പറയുന്നത് നിങ്ങൾക്ക് നല്ല ഡെവലപ്മെൻ്റ് അല്ലേ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ആയല്ലോ, നിങ്ങളുടെ സ്കൂളുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ശിശുമരണ നിരക്ക് കുറഞ്ഞു, മാതൃമരണ നിരക്ക് കുറഞ്ഞു, എല്ലാ യാർഡ് സ്റ്റിക്കിലും നിങ്ങൾ മുന്നിൽ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സമീപനത്തോടു കൂടി നമ്മുടെ പണം കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇത് വന്നപ്പോൾ വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നു. 1.82 എന്ന് പറഞ്ഞാൽ 27,000 കോടിയാണ് കിട്ടുന്നത്. നേരത്തെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ഒരു 27,000 കോടി ഇങ്ങോട്ട് കിട്ടിയേനെ. ഈ ഗവൺമെൻറ് വന്ന ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 31,000 കോടി രൂപയാണ് ഗ്രാൻഡ്. ഈ വർഷം കിട്ടുന്ന 6,500. 31,000 കോടി കിട്ടിയെടുത്തുന്ന 6,500.